തൽക്കാലം അതിനൊക്കെ ഒരു പക്വത വരട്ടെ. ഹായ്, അപ്പോ ഞാനൊരു വീഡിയോ കാണിക്കാം. കുറച്ച് ദിവസമായി ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചിട്ട് അത് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കുമ്പോഴൊക്കെ മറന്നു പോകും, പിന്നെ സമയം കിട്ടില്ല. അപ്പൊ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടോ കേട്ടോ. വെഡിങ് ഒക്കെ ആറായോ? വെഡിങ് എനിക്ക് എന്റെ കരിയറാണ് പ്രധാനം. അതെന്തേലും ഒരു തീരുമാനമാക്കിയിട്ട് ഞാൻ അതിനൊക്കെ ആലോചിക്കുന്നു. വെഡിങ് ഞാൻ ആലോചിക്കുന്നേ ഇല്ല. ഇപ്പൊ പൊതുവെ അങ്ങനെ താല്പര്യം കുറവാണല്ലോ വെഡിങ്ങിനെ കുറിച്ച് ആൾക്കാർക്ക്. അങ്ങനെയല്ല, ഞാന് തൽക്കാലം അതിനൊക്കെ ഒരു പക്വത വരട്ടെ. വെഡിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഒരു പക്വത മെച്യൂരിറ്റി ഒക്കെ വരാനുണ്ട്. എനിക്ക് വന്നിട്ടില്ല. പ്രൊജക്ട്സ് എന്തെങ്കിലും പുതിയത് അപ്കമിങ് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും പ്രൊജക്ട്സ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? മൂവി അങ്ങനെ ഒന്ന് രണ്ട് പ്രൊജക്ട്സ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ടൈം ആയിട്ടില്ല. നെക്സ്റ്റ് ഓഗസ്റ്റ് ഒക്കെയാണ് അവർ പറയണത്. അനൗൺസ് ചെയ്യാറായിട്ടില്ലല്ലേ? ഇല്ല, ആയിട്ടില്ല. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടില്ല? ഈ പുള്ളിക്കാരത്തിനെ അറിയാലല്ലേ? അപ്പൊ എന്താ ആ ഡ്രസ്സ് കണ്ടില്ലേ? പക്വത ഇല്ലാത്തതിന്റെ ഒരു ലക്ഷണമാണ്. മാനസികമായിട്ട് പക്വതയില്ല, ശാരീരികമായിട്ട് തീരെയും പക്വതയില്ല. അപ്പം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് പെറ്റിക്കൊട്ടിട്ടുള്ള പ്രായമാണ്. ആ കൊച്ചു കുട്ടിയോട് പോയിട്ട് ഈ വ്യക്തി ഇന്റർവ്യൂ ചെയ്ത് എന്തെന്നാ വിവാഹം എന്നാണ്, ഉറപ്പിച്ചിക്കണോ ഇല്ലേ, അടുത്തുണ്ടാവോ എന്നൊക്കെ ചോദിക്കുന്നവന് മണ്ടനല്ലേ? കാരണം അതിന് കണ്ടാലറിയാം പെറ്റിക്കൊട്ടിടുന്ന പ്രായമുള്ള ഒരു കൊച്ചിനോട് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ചോദിച്ചാൽ തന്നെ നിയമവിരുദ്ധമാണ് അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അപ്പം പൊന്നാര മക്കളെ, ഇതൊക്കെ ഈ കോലത്തിൽ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഏറെ ഇന്റെ വയസ്സെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഈ വയസ്സില്ലെങ്കിൽ വയസ്സ് പോലെ ബോഡി കാണിക്കുന്നുണ്ട് അല്ലേ? വയസ്സിനിപ്പം വേറെ എല്ലാവരും പറയല് എന്നെക്കാളും വയസ്സുള്ളവർ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മളെ യൂട്യൂബ് ചാനലിൽ മൊത്തമായിട്ട്. അങ്ങനെ വരുമ്പോ ഇത് ചെറുതാണ് സംഭവം, ശരി, ഓക്കെ. അങ്ങനെ ചെറുതാണെങ്കിൽ പോലും ശരീരം പറയുന്നത് അങ്ങനെയല്ല. അത്രയും പ്രായം തോന്നിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയാണ് ഈ ഒരു സംഭവം ചെറിയൊരു പെറ്റിക്കോട്ട് ഇട്ടിട്ട് നിൽക്കുന്നത്. എന്താണല്ലേ, എത്ര വൃത്തികേടാണ്. ആദ്യം നമുക്ക് ചേരുന്ന വേഷം കെട്ടണം, നമുക്കത് സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നണം. ആ വേഷം കാണുമ്പോഴാണ് മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കലും ആ നമ്മൾ ഏതാണ്, ഏത് തരത്തിൽപ്പെടുത്തിയതാണെന്നുള്ളത് മനസ്സിലാക്കണം അല്ലെ? നമ്മൾ ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് വേഗം മനസ്സിലാവല് ഒരു വിധം നമ്മൾ വേഷം കണ്ടിട്ടാണ്. എന്ന് വെച്ച് എല്ലാ വേഷം കണ്ടിട്ട് തെറ്റിദ്ധരിക്കും വേണ്ട. പർദ്ദട്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്, ഒരുപാട് ആൾക്കാരെ നമുക്ക് അറിയാം. അവരുടെ ഉള്ളിന്റെ ഉള്ളിലൊന്നും ഇസ്ലാമികപരമായിട്ടുള്ള ഒരു അറിവില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. വേഷത്തിന് മാത്രമായിട്ട് മറ കെട്ടി നടക്കുന്നവര്. ഒരു വിഭാഗം എന്ന് പറഞ്ഞാല് മറ്റുള്ള വേഷമൊക്കെ കെട്ടാൻ പണിയാണ്, സാരി ചുറ്റാൻ പണിയാണ്, ചുരിദാർ ഇടാനൊക്കെ പണി. അതിനേക്കാൾ നല്ലത് ഇതാവുമ്പോ പള്ളൊന്നും കാണൂലല്ലോ, എത്ര കൊടുത്താലും ആരും അറിയില്ലല്ലോ. അവിടെ പർദ്ദ ഇട്ട് കാണാണ്ട് പോയാൽ മതി. അത് ചിലപ്പം ഇട്ട മേശിന്റെ മേലെ കൂടെ വരാനാണ് ഇട്ടുകാണ്ട് വലിച്ചു കെട്ടി പോകും. നല്ല വിലപ്പിടിപ്പുള്ള പർദ്ദകളായിരിക്കും. ആ ഒരു ഹിജാബ് ഇട്ട് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. പക്ഷെ ദീനിന് വേണ്ടിയിട്ടാണെന്നുള്ളതോ അല്ലെങ്കിൽ ആ ഒരു അവർക്ക് മറക്കാനുള്ളതാണെന്നോ അല്ല അവരുടെ ഉദ്ദേശം. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഇടുന്ന ആൾക്കാർ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും ദീനിപരമായിട്ട് അവർക്ക് അറിവുണ്ട് എന്ന്. പക്ഷെ അവരോട് അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ചെയ്തികളും പ്രവൃത്തികളും വേറെ ഐറ്റംസ് ആണ്. അവരുടെ വേഷം വേറെ രീതിയിലാണ്, മനസ്സ് അതിലും വേറെയാണ്. അപ്പൊ അടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ വേഷം കണ്ടാലും നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന മാതിരിയാണെന്നുള്ളത്, നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. എന്നാലും ഒരു വിധം അവരെ വേഷത്തിൽ നമുക്ക് അവരെ ബഹുമാനിക്കാനും പല രീതിയിൽ നമ്മളിപ്പോ ഒരു മരണപ്പെട്ട വീട്ടിൽ പോകുന്നതും പിന്നെ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതും ഒരു കല്യാണത്തിന് പോകുന്നതും വേഷം കൊണ്ട് തന്നെയാണല്ലോ. പല രീതിയിലുള്ള വേഷമായിരിക്കുമല്ലോ. ആ മൂന്ന് ഭാഗത്ത് പോകുന്നതും ഒരു വേഷത്തിലല്ലല്ലോ. അപ്പം അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു വ്യക്തിക്ക് അടുത്ത് നമുക്ക് ബഹുമാനം കിട്ടണമെങ്കിൽ നമ്മളെ വേഷം നന്നായിരിക്കണം. അപ്പൊ അവര് നമ്മളെ ബഹുമാനത്തോടെ നോക്കുകയും ചെയ്യും, ആ രീതിയിൽ നമ്മളോട് സംസാരിക്കുള്ളൂ, ആ രീതിയിൽ നമ്മളായിട്ട് കീപ്പ് ചെയ്ത് നിൽക്കുള്ളൂ. അതല്ല നമ്മൾ അതുപോലെ ഇതേപോലെയൊക്കെയുള്ള നമ്മൾ ഓരോ വേഷം കെട്ടിട്ടാ നിൽക്കണമെങ്കിൽ ആ രീതിക്കായിരിക്കും നമ്മൾ മറ്റുള്ളവർ നമ്മളെ കാണുക, ആ കാഴ്ചപ്പാടിലായിരിക്കും. ഇപ്പൊ മനസ്സിലായില്ലേ? മോഡേൺ ഡ്രസ് ഇട്ട് നടക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ വ്യക്തികൾക്ക് ഇസ്ലാമികപരമായിട്ട് വിവരമില്ലാന്നോ അല്ലെങ്കിൽ ഈമാൻ ഇല്ലാന്നോ നമുക്ക് അത് പറയാൻ പറ്റില്ല. മോഡേൺ ഡ്രസ് ഇട്ട് നടക്കുന്ന ആൾക്കാരും നല്ല ഈമാനുള്ളവരുണ്ട്, നല്ല രീതിയിൽ ഇസ്ലാമിക പരമായിട്ടുള്ള വിദ്യാഭ്യാസം ഉള്ളവരും ഉണ്ട്. അപ്പം അതും വേറെ രീതിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വേഷം കൊണ്ട് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. എന്തായാലും വേണ്ടില്ല, ഞാനിപ്പോ ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോസുമായി വരാം. അതിലേക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും വസ്സലാമ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കട്ടോ. ഓക്കെ.